എവ്രിവൺ. അപ്പോൾ നമ്മുടെ ഫോർത്ത് മൊഡ്യൂളിൽ HSC ഫിസിക്കൽ സയൻസിൻ്റെ സിലബസിൽ ഫോർത്ത് മൊഡ്യൂളിലെ സോളിഡ് സ്റ്റേറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള PYQ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു, ശരിയല്ലേ? ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. നിലവിൽ PSC ഫോളോ ചെയ്യുന്ന ക്വസ്റ്റ്യൻ പാറ്റേൺ അനുസരിച്ച് നമ്മൾ പഠിച്ച കാര്യങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് കുറച്ച് മോഡൽ ചോദ്യങ്ങളാണ്. ഈ മോഡൽ ചോദ്യങ്ങൾ നമുക്ക് തന്നെ പ്രിപ്പയർ ചെയ്യാം, അല്ലേ? ഇങ്ങനെയൊക്കെ വരാം, നമ്മൾ പഠിച്ച കാര്യങ്ങളെ ഈ രീതിയിലെല്ലാം മാറ്റാം എന്നുള്ളത് നമ്മൾ തന്നെ സ്വയം ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കുക. നമുക്കതിൻ്റെ ഉത്തരങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയുന്നുണ്ടോ എന്നൊന്ന് ഇവാലുവേറ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു 5 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ 5 ചോദ്യങ്ങളെന്ന് പറയുന്നത് നമ്മൾ പഠിച്ച മേഖലയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചിട്ടുള്ള ഒരു 5 ചോദ്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് വീഡിയോ ഒന്ന് പാസ് ചെയ്യുക, ഓരോ ചോദ്യവും വായിച്ച് മനസ്സിലാക്കി അതിന് ഉത്തരം എന്ത് വരാം എന്നുള്ളതൊന്ന് കണ്ടുപിടിക്കുക. ശേഷം ഒന്ന് സെൽഫ് ഇവാലുവേറ്റ് ചെയ്യുക. എനിക്ക് എത്ര മാർക്ക് കിട്ടി, എനിക്ക് എത്രത്തോളം ചെയ്യാൻ കഴിയുന്നുണ്ട്, എനിക്ക് ഇതിൽ ഏത് മേഖലയാണ് മനസ്സിലാവാത്തത്. അപ്പോൾ ആ വീഡിയോ ഒന്നുകൂടെ പോയി കാണാം, അതിനുശേഷം വീണ്ടും ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നമ്മൾ തന്നെ കുറച്ചൊന്ന് എഫേർട്ട് ഇട്ടാലേ പറ്റൂ. ഇനി ഇതിനകത്ത് ചിലപ്പോൾ മലയാളം വേർഡ്സ് അറിഞ്ഞുകൂടാത്തവരുണ്ടായിരിക്കും. അപ്പോൾ എന്താ ചെയ്യുക? മലയാളം വേർഡ്സ് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തേ പറ്റൂ. നമ്മൾ എന്ത് ചെയ്യുക? മലയാളം വേർഡും ഇംഗ്ലീഷ് വേർഡും ഒരു ബുക്കിലോ പേപ്പറിലോ എന്തിലെങ്കിലും ഒന്ന് എഴുതി വെച്ച് ആരെയും ബോധ്യപ്പെടുത്തണ്ട, നമ്മൾ സ്വയം നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് മാത്രം വിചാരിച്ചിട്ട് അതൊരു ബുക്കിലോ പേപ്പറിലോ എഴുതി വെച്ച് പഠിക്കാൻ ശ്രമിക്കാം. സോ നമുക്ക് നമ്മുടെ ചോദ്യത്തിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായി ക്രമപ്പെടുത്തിയ ജോഡി ഏതെന്നാണ്. അപ്പോൾ നമ്മൾ സ്ഥിരം പറ്റുന്നൊരു അബദ്ധമാണ്, നമ്മൾ ഈ ക്വസ്റ്റ്യൻ പ്രോപ്പറായിട്ട് വായിക്കില്ല. തെറ്റായി ക്രമപ്പെടുത്തിയ ജോഡി എന്നാണോ ശരിയായി ക്രമപ്പെടുത്തിയ ജോഡി എന്നാണോ എന്നൊക്കെ വായിക്കുക. അതിനുശേഷം അതൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. തെറ്റായി എന്നുള്ളത് മാർക്ക് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇനി എഴുതി കഴിയുമ്പോൾ നമുക്ക് തെറ്റരുതല്ലോ. സോ തന്നിരിക്കുന്നതിൽ ഏതോ ഒരെണ്ണം തെറ്റാണ്, ഒന്നിൽ കൂടുതലോ തെറ്റാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, സോ നോക്കി, ഒന്നാമത്തത് ക്യൂബിക് ലാറ്റിസും അതിൻ്റെ പാക്കിംഗ് ഫാക്ടറുമാണ്. അപ്പോൾ നമ്മൾ പാക്കിംഗ് ഫാക്ടറൊക്കെ ഡിറൈവ് ചെയ്താണ് പഠിച്ചത്, അല്ലേ? അപ്പോൾ നോക്കി, സിമ്പിൾ ക്യൂബിക്കിൻ്റെ പാക്കിംഗ് ഫാക്ടറിൻ്റെ വാല്യൂ എത്ര? സിമ്പിൾ ക്യൂബിക്കിൻ്റെ പാക്കിംഗ് ഫാക്ടർ നമ്മൾ കണ്ടെത്തിയതാണ്. സിമ്പിൾ ക്യൂബിക്കിൻ്റെ പാക്കിംഗ് ഫാക്ടറിൻ്റെ വാല്യൂ 0.52. ശരിയാണോ തെറ്റാണോ? അതെ, ശരിയാണല്ലേ. ഇനി അടുത്തത് എന്താണ്? മുഖകേന്ദ്രീകൃതം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ മുഖകേന്ദ്രീകൃതം ആരെന്നറിയണം. മുഖകേന്ദ്രീകൃതം എന്ന് പറഞ്ഞാൽ ഏതാണ്? ഫേസ് സെൻറ്റേർഡ് ആണ്, FCC ആണല്ലേ. FCCയുടെ പാക്കിംഗ് ഫാക്ടർ 0.68 ആണോ? അല്ലല്ലേ, 0.68 FCCയുടെ അല്ല. പാക്കിംഗ് ഫാക്ടർ ഏറ്റവും കൂടുതൽ FCCക്കാണ്, അത് 0.68 അല്ല. അന്തർകേന്ദ്രീകൃതം, അതാരാ അന്തർകേന്ദ്രീകൃതം? അത് BCC ആണല്ലേ. BCC ആണ് അന്തർകേന്ദ്രീകൃതം. അതിൻ്റെ പാക്കിംഗ് ഫാക്ടർ 0.74 ആണോ? അല്ല, അത് 0.68 ആണ്. അപ്പോൾ ഇത് രണ്ടും മാറിപ്പോയി. മുഖകേന്ദ്രീകൃതത്തിന് 0.74ഉം അന്തർകേന്ദ്രീകൃതത്തിന് 0.68ഉം ആയിരുന്നു വരേണ്ടത്. വജ്രത്തിൻ്റെ പാക്കിംഗ് ഫാക്ടർ ഓർമ്മയുണ്ടല്ലോ, അത് 0.34 തന്നെയാണ്. ചോദ്യം എന്തായിരുന്നു? തെറ്റായി ക്രമപ്പെടുത്തിയ ജോഡി ഏത് എന്നാണ്. തെറ്റായി. അപ്പോൾ ഇതിനകത്ത് തെറ്റ് ഏതൊക്കെയാണ്? 2ഉം 3ഉം ആണ് തെറ്റ്. അപ്പോൾ ഏതാണ് ഉത്തരം? ഓപ്ഷൻ B ആണ് ഉത്തരം. തെറ്റായി ക്രമപ്പെടുത്തിയ ജോഡി ഏതാണ്? ഓപ്ഷൻ B ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ, അപ്പോൾ മുൻ വർഷങ്ങളിൽ കെമിസ്ട്രി ബേസ്ഡ് എക്സാംസിന് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും വിജയിച്ച കുട്ടികളാണ് ഇതിലുള്ളത്. അപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി ബേസ്ഡ് എക്സാംസിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ, കോമ്പറ്റേറ്റീവ് എക്സാംസുമായിട്ട് ബന്ധപ്പെട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ കോഴ്സസ് കിട്ടണം എന്നുള്ളവർക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണം എന്നുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിലേക്ക് ബന്ധപ്പെടാം. സോ എല്ലാവരും ഇത് അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഒരു അതിചാലകത്തിന് അല്ലെങ്കിൽ സൂപ്പർ കണ്ടക്ടറിന് ക്രിട്ടിക്കൽ ഫീൽഡ് ശക്തി 0 എപ്പോഴെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ പഠിച്ചു, ക്രിട്ടിക്കൽ ഫീൽഡ് ശക്തി 0 എപ്പോഴെന്നാണ് ചോദ്യം. അത് 0 കെൽവിനിലാണോ, സാധാരണ അന്തരീക്ഷ ഊഷ്മാവിലാണോ, ട്രാൻസിഷൻ താപനിലയിലാണോ എന്നാണ് ചോദ്യം. ശരിയല്ലേ? നമ്മൾ പഠിച്ച കാര്യം ക്രിട്ടിക്കൽ ഫീൽഡ് ശക്തി, അതായത് HC വാല്യൂ ആണ്.
ആ HC വാല്യൂ ആർക്കേ ഉള്ളൂ? സൂപ്പർ കണ്ടക്ടറിനേ ഉള്ളൂ. ആർക്കില്ല? നോർമൽ കണ്ടക്ടറിന്റെ കേസിൽ നമ്മൾ ക്രിട്ടിക്കൽ ഫീൽഡിന്റെ വാല്യൂ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അത് ഏതായിരിക്കും താപനില? സൂപ്പർ കണ്ടക്ടർ അല്ലെങ്കിൽ അതിചാലകങ്ങൾ നോർമൽ കണ്ടക്ടർ ആവുന്ന താപനില അതേതാണ്? ആ താപനില അതാണ് നമ്മുടെ ട്രാൻസിഷൻ താപനില അല്ലെങ്കിൽ സംക്രമണ താപനില എന്ന് പറയുന്നത്. ഇതൊരു ഡയറക്റ്റ് ചോദ്യമായിരുന്നു. ഓക്കെ, ചുവടെ തന്നിരിക്കുന്നവയിൽ അമോർഫസ് ഖരത്തിന് ഉദാഹരണം ഏതെന്നാണ് ചോദ്യം. നമ്മൾ പരൽ രൂപത്തിലുള്ള ഖരങ്ങളും അമോർഫസ് ഖരങ്ങളും പഠിച്ചു കഴിഞ്ഞു. പരൽ രൂപത്തിലുള്ള ഖരങ്ങൾ ആരൊക്കെയായിരുന്നു? നമ്മൾ പഠിച്ചു അല്ലേ? നല്ല ക്രിസ്റ്റൽ ആയിട്ടിരിക്കും, അതിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചു, അതിൻ്റെ അനൈസോട്രോപ്പിസം പഠിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചു, ലോങ് റേഞ്ച് ഓർഡർ പഠിച്ചു, എക്സാമ്പിൾസ് പഠിച്ചു. ഇനി അമോർഫസ് ഖരത്തിൻ്റെ പ്രത്യേകതകൾ പഠിച്ചു, ഉദാഹരണങ്ങൾ പഠിച്ചു. അപ്പം നോക്കി, ഒന്നാമത്തെ ആളാരാണ്? ഒന്നാമത്തെ ആള് നമ്മുടെ അമോർഫസ് ആണോ ക്രിസ്റ്റലൈൻ ആണോ? ഗ്ലാസ്സിന് എന്താ ഷോർട്ട് റേഞ്ച് ആണ്, റെഗുലർ അറേഞ്ച്മെന്റ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഗ്ലാസ് അമോർഫസ് ആണ്. NaCl അമോർഫസ് ആണോ? അല്ല, നമുക്ക് അറിയാലേ NaCl ക്രിസ്റ്റൽ എന്നാണ് പറയുന്നത്. അടുത്ത റബ്ബർ, അതും അമോർഫസ് ആണ്. ഉദാഹരണം ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ 1ഉം 2ഉം വരുന്ന ഓപ്ഷനുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയേ. ഒന്നും 3ഉം വരുന്ന ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. ഇവയെല്ലാം എന്നുള്ള ഉത്തരം വരില്ല, കാരണം NaCl ക്രിസ്റ്റൽ അല്ല. 3 മാത്രമല്ല, 1 മാത്രമല്ല. ഓക്കെ, അടുത്തത് ശരിയായ ജോഡി ഏത് എന്നാണ് ചോദ്യം. ശരിയായ ജോഡി ഏത് എന്ന ചോദ്യം നോക്കിയേ. ഇവിടെ 2 കോളങ്ങളുണ്ട്. ചില ഖരങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിന്ന് ജോഡിയായിട്ട് ചേർക്കാനാണ് പറഞ്ഞേക്കുന്നത്. നോക്കിയേ, ഒന്നാമത്തേത് അധ്രുവീയ തന്മാത്രാഖരമാണ് അല്ലേ? അധ്രുവീയ തന്മാത്രാഖരം എന്ന് പറഞ്ഞാൽ നോൺ പോളാർ മോളിക്കുലാർ സോളിഡ് ആണ്. നോൺ പോളാർ മോളിക്കുലാർ സോളിഡിന് ഉദാഹരണം ആരായിരുന്നു? പോളാർ അല്ല, നോൺ പോളാറിന് ഉദാഹരണം ആരായിരുന്നു? ശരിയാണ്, നമ്മൾ പറഞ്ഞു സിമെട്രി വരുന്ന ആൾക്കാരെന്നൊക്കെ പറഞ്ഞു അല്ലേ? നോൺ പോളാറിന് ഉദാഹരണം നമ്മുടെ കാർബൺ ഡയോക്സൈഡ് ആണ് അല്ലേ? അപ്പോൾ 1ഉം ബിയും തമ്മിൽ റിലേറ്റ് ചെയ്തിട്ടുള്ളത് ഈ 2 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവരെ നോക്കണോ? വേണ്ട. ഇനി ഇതിനകത്ത് 4C ആണെന്ന് ഇതിൽ നിന്ന് തന്നെ കിട്ടി. 2 പേർക്ക് 4C ആണ്, അതായത് ശൃംഖലാഖരങ്ങൾ ഉദാഹരണം ഗ്രാഫൈറ്റ് ആണെന്ന് കിട്ടി. ഇനി നമ്മൾ ഏതാണെന്ന് നോക്കിയാൽ മാത്രം മതി. അപ്പോൾ 2 അല്ലെങ്കിൽ 3 നോക്കിയാൽ മതി. 2 തന്നെ നോക്കാം. ലോഹീയ ഖരത്തിന് ഉദാഹരണം ഇതിനകത്ത് NaCl ആണോ ലോഹം? അല്ല, Fe ആണ് ലോഹം. അതായത് ലോഹീയ ഖരത്തിന് ഉദാഹരണം 2D വരുന്ന ഉത്തരം. 2D വരുന്ന ഉത്തരം ഏതാണ്? ഓപ്ഷൻ D ആണ്. അതെങ്ങനെ എഴുതിയെന്ന് മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. അധ്രുവീയ തന്മാത്രാഖരം നമ്മൾ ആദ്യത്തെ തന്നെ എടുത്തു. അതിൻ്റെ ഉത്തരം നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്ന് അറിയാം. അപ്പോൾ 1B വരുന്ന 2 ഓപ്ഷനാണ് ഉള്ളത്. അതിനകത്ത് ഇനി നമ്മൾ 2ൻ്റെയും കൂടെ ഓപ്ഷൻ നോക്കിയാൽ മതി. അപ്പോൾ ലോഹീയ ഖരം വരുന്നത് ഏതാണെന്ന് നോക്കി. ലോഹമാണ്. ലോഹം എന്ന് പറയുമ്പോൾ അയൺ ആണ് ലോഹം, അല്ലാതെ NaCl ലോഹം അല്ല. കാരണം 4C ആണെന്ന് ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ അയൺ വരുന്ന ഓപ്ഷൻ D ആണ് ഉത്തരം. അടുത്ത ചോദ്യം, ശരിയായ പ്രസ്താവന ഏതെന്നാണ്. അപ്പോൾ ഇത് നമ്മൾ പഠിച്ച സമയത്ത് പറഞ്ഞ കാര്യമാണ്, നോക്കണേ. പാക്കിംഗ് ഫാക്ടർ മാസ് ഡിഫക്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശരിയാണോ തെറ്റാണോ? നമ്മൾ പാക്കിംഗ് ഫാക്ടറിനെ കുറിച്ച് പഠിച്ചപ്പോൾ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് ഇതാണ്. ഇത് മാസ് ഡിഫക്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എങ്ങനെ? ഐസോട്ടോപ്പ് മാസും മാസ് നമ്പറും തമ്മിലുള്ള വ്യത്യാസം. പാക്കിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് മാസ് ഡിഫക്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ശരിയാണ് അല്ലേ? അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തന്നെ ശരിയാണെന്ന് കിട്ടി, ഉത്തരം കണ്ടും കൂട്ടി എഴുതാം അല്ലേ? ഓക്കെ, ചിലപ്പോൾ നമുക്ക് നോക്കാം. എന്നാലും എക്സ് തരംഗ പ്രകീർണന രീതി ഉപയോഗിച്ച് ലാറ്റിസ് ഘടന കണ്ടെത്താനാകും. കേൾക്കുമ്പോൾ ശരിയാണല്ലോ എന്നൊരു തോന്നും. എക്സ് തരംഗം രീതി പ്രകീർണനം എന്നൊക്കെ കാണുമ്പോൾ, പക്ഷേ തന്നിരിക്കുന്നത് പ്രകീർണന രീതി എന്നാണ്. പ്രകീർണനം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഏതാ? പ്രകീർണനം ഡിസ്പേർഷൻ ആണ്. ഡിസ്പേർഷൻ എന്നാണ് പറയുന്നത് പ്രകീർണനം. അപ്പോൾ പ്രകീർണനമല്ല. ഒന്നുകിൽ തരുന്നത് എക്സ്റേ റിഫ്ലക്ഷൻ എന്നോ എക്സ്റേ ഡിഫ്രാക്ഷൻ എന്നോ ആയിരിക്കും തരുന്നത്. അപ്പോൾ അത് രണ്ടും അല്ല തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഉത്തരം തെറ്റാണ്. പ്രകീർണനം അല്ല അവിടെ വരുന്നത്. അവിടെ പല പല ഡിഫറെൻറ്റ് കളേഴ്സായിട്ട് മാറുന്നുണ്ടോ? ഇല്ല. ഡയമണ്ട് ആകൃതിയുടെ പാക്കിംഗ് എഫിഷ്യൻസി 54%. അത് ശരിയാണോ? 54% അല്ലല്ലേ, 34%. അപ്പം അത് തെറ്റി. ഇനി അലൂമിനിയം ഒരു ടൈപ്പ് 2 അതിജാലകത്തിന് ഉദാഹരണമാണ്. കണ്ണുമുട്ടി എഴുതാം. തെറ്റാണല്ലേ? ടൈപ്പ് 1 ആണ് നമ്മുടെ സാധാരണ വരുന്ന മൂലകങ്ങളെല്ലാം ടൈപ്പ് 2ലാണ് വരുന്നത്. ടൈപ്പ് 1ലാണ് വരുന്നത്. ടൈപ്പ് 2ന് ഉദാഹരണം വരുന്നത് നമ്മൾ ഒരു ഗ്രൂപ്പിലുള്ള ആൾക്കാരെന്ന് പറഞ്ഞു. ആരൊക്കെയാ?
വനേഡിയം, നിയോബിയം ഒക്കെയാണ് അതിന് ഉദാഹരണം. പിന്നെ കുറച്ച് അലോയ്സും ആണ് ഉദാഹരണം വരുന്നത്. ഓക്കെ, സോ നമ്മൾ ഒരു 5 ചോദ്യങ്ങളാണ് നോക്കിയത്. നമ്മുടെ ഇപ്പോഴത്തെ പാറ്റേൺ അനുസരിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സസുമാണ് നമ്മൾ നൽകുന്നത്. സോ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, താല്പര്യമുള്ളവർ തന്നിരിക്കുന്ന നമ്പറിൽ അന്വേഷിച്ചാൽ ഡീറ്റെയിൽസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ താങ്ക് യു.